വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഫോർ ലൂപ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് നെസ്റ്റഡ് ലൂപ്പുകൾ ഉണ്ടാക്കാം, ഒന്ന് രണ്ട് പ്രോഗ്രാം ഉദാഹരണങ്ങളിലൂടെ നമ്മളിത് വിശദീകരിക്കാൻ പോവുകയാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ലൂപ്പാണ് ഫോർ ലൂപ്പ്. ഈ ലൂപ്പിന്റെ പ്രത്യേകത, ലൂപ്പിന്റെ ഭാഗങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്ന ഇനീഷ്യലൈസേഷൻ, കണ്ടീഷൻ ചെക്കിംഗ്, അപ്ഡേഷൻ, ബോഡി ഓഫ് ദ ലൂപ്പ് ഒക്കെ ഒരുമിച്ച് ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇതിൽ കാണാൻ കഴിയും. ഇതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത് ഫോർ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചിട്ട് ആരംഭിക്കുന്നു. അത് കഴിഞ്ഞ് ഇനീഷ്യലൈസേഷൻ, സെമികോളൻ, കണ്ടീഷൻ, സെമികോളൻ, അപ്ഡേഷൻ, then ബോഡി ഓഫ് ദ ലൂപ്പ്. കേളി ബ്രേസസിന്റെ ഇടയിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടെങ്കിൽ ആവർത്തിക്കപ്പെടേണ്ട ഭാഗം ദിസ് ഈസ് കോൾഡ് ബോഡി ഓഫ് ലൂപ്പ്. ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണോ ഉള്ളത് എങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിനെ മാത്രം എഴുതി സെമികോളൻ ഇട്ട് അവസാനിപ്പിക്കുക. ഇതാണ് ഫോർ ലൂപ്പിന്റെ സിന്റാക്സ്. ഇപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് നമ്മളൊരു 10 തവണ ഹലോ എന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം എഴുതുകയാണ് എന്ന് വിചാരിച്ചു. നമ്മൾ ലൂപ്പിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിൾ ഉപയോഗിക്കും. ആ വേരിയബിളിനെയാണ് നമ്മൾ കൺട്രോൾ വേരിയബിൾ എന്ന് പറയുന്നത്. ആ കൺട്രോൾ വേരിയബിളിനെയാണ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഒരു വേരിയബിൾ ഉപയോഗിക്കുന്നു, ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉപയോഗിക്കുന്നു. അപ്പൊ നമുക്കറിയാം ഐ എന്ന് പറഞ്ഞാൽ മെമ്മറി ലൊക്കേഷനിൽ ഐ എന്ന് പറയുന്ന പേരിൽ മെമ്മറിയിൽ ഒരു സ്പേസ് റിസർവ് ചെയ്യും. ഇനി അതിന്റെ വാല്യൂ, ഒരു തുടക്ക വാല്യൂ, നമ്മുടെ എയിം എന്ന് പറയുന്നത് 10 പ്രാവശ്യം ഹലോ എന്ന് പ്രിന്റ് ചെയ്യണം. അപ്പോ സ്ക്രീനിൽ ഹലോ ഹലോ എന്നിങ്ങനെ 10 പ്രാവശ്യം പ്രിന്റ് ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ 10 ഹലോ എന്ന് പ്രിന്റ് ചെയ്യാം. അതല്ല നമ്മളുടെ എയിം. നമ്മുടെ ലൂപ്പ് എങ്ങനെ ഇത് ആവർത്തിച്ച് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ പ്രിന്റ് ചെയ്യേണ്ട സംഗതി എന്ന് പറയുന്നത് എന്താണ്? ഹലോ. അതാണ് ആവർത്തിക്കപ്പെടേണ്ട ഭാഗം. 10 പ്രാവശ്യം ഹലോ എന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ 1 മുതൽ 10 വരെ എണ്ണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട്, ആവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൂപ്പ് നമ്മൾ തയ്യാറാക്കാൻ പോവുകയാണ്. സോ ഒരു വേരിയബിളിനെ നമ്മൾ എടുക്കുക, ഇനീഷ്യലൈസേഷൻ. സോ ദാറ്റ് ലൂപ്പ് ഈസ് ടു ബി സ്റ്റാർട്ട് വിത്ത് ഐ ഈക്വൽ ടു 1. ഐ നമ്മൾ ഇവിടെ ഇനീഷ്യലൈസേഷൻ ചെയ്യുകയാണ്. ഇതാണ് നമ്മളുടെ ലൂപ്പിന്റെ കൺട്രോൾ വേരിയബിൾ. ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ഇവിടെ നമ്മളപ്പോ ഐ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് സെമികോളൻ. ഇനി നമുക്ക് കണ്ടീഷൻ ആണ്. ഓരോ പ്രാവശ്യവും ഈ ഐ എന്ന് പറയുന്ന കൺട്രോൾ വേരിയബിൾ അതിന്റെ അപ്പർ ലിമിറ്റ് അല്ലെങ്കിൽ ഹയർ ലിമിറ്റ് മാക്സിമം വാല്യൂ എത്തിയോ അല്ലെങ്കിൽ അതിനെ മറികടന്നോ എന്ന് പരിശോധിക്കണം. മറികടന്നിട്ടില്ല എങ്കിലാണ് നമുക്ക് ലൂപ്പ് ആവർത്തിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഇത് 10 പ്രാവശ്യം ആവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടീഷൻ നമ്മൾ ഇവിടെ കൊടുക്കും. ആ കണ്ടീഷൻ എന്താണ്? നമ്മൾ പരിശോധിക്കുന്നത് ഐ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പൊ ഇതെന്താ ചെയ്യാം? ചെക്സ് വെദർ ഐ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഐ 10നേക്കാൾ ചെറുതാണോ എന്നൊരു ചോദ്യം ചോദിക്കും. ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആണ് അല്ലെങ്കിൽ യെസ് എന്നാണ് ആൻസർ കിട്ടുന്നതെങ്കിൽ ഈ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യണം എന്നാണ്. അതാണ് കൊടുക്കുന്നത്. ദെൻ അപ്ഡേഷൻ. 10 തവണയാണ് നമുക്കിത് ആവർത്തിക്കേണ്ടത്. ഐയുടെ വാല്യൂ 1 ആണ്, മാക്സിമം 10 ആണ്.
അപ്പൊ നമ്മൾ എത്ര വെച്ചിട്ടാണ് ഇൻക്രിമെന്റ് ചെയ്യേണ്ടത്? ഓരോന്ന് വെച്ചിട്ട്. അപ്പൊ നമ്മൾ അപ്ഡേഷന് വേണ്ടിയിട്ട് ഐയുടെ വാല്യൂ ഓരോ പ്രാവശ്യം ഇത് ചെയ്യുമ്പോൾ ഐ പ്ലസ് പ്ലസ് വിച്ച് മീൻസ് ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 ഇങ്ങനെ ആവർത്തിക്കണം. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ആവർത്തിച്ച് ചെയ്യേണ്ട സംഗതി എന്താണ്? ഹലോ എന്ന് പ്രിന്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ എന്ത് കൊടുത്തു? സി ഔട്ട് ഹലോ എന്ന് കൊടുത്തു. ഇങ്ങനെ ഹലോ എന്ന് പ്രിന്റ് ചെയ്താൽ മാത്രം പോലെ നമുക്ക് എന്ത് വേണം? ഓരോ പ്രാവശ്യം പ്രിന്റ് ചെയ്യുന്ന സമയത്തും അത് അടുത്ത ലൈനിലേക്ക് വരികയും വേണം. അപ്പൊ ഒന്നുകിൽ നമുക്ക് ഇവിടെ തന്നെ ഇതിന്റെ കൂടെ സ്ലാഷ് കൊടുക്കാം, അതല്ലെങ്കിൽ സി ഔട്ട് സ്ലാഷ് എസ്കേപ്പ് സീക്വൻസ് ആണ്. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ, ഇത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ എന്ത് ചെയ്യും? അടുത്ത ലൈനിലേക്ക്. അപ്പൊ ഇതിനെങ്ങനെ പ്രവർത്തിക്കുന്നു? ഇതിന്റെ നമ്മളൊരു ഫ്ലോ ചാർട്ട് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരും? ആ ലൂപ്പിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒരു ഇനീഷ്യലൈസേഷൻ. എന്താ ഇനീഷ്യലൈസേഷൻ? ഐ ഈക്വൽ ടു 1. ഇതാണ് ഇനീഷ്യലൈസേഷൻ. അങ്ങനെ ഇനീഷ്യലൈസ് ചെയ്തതിനു ശേഷം പിന്നെ എന്ത് നടക്കുന്നു? കണ്ടീഷൻ ചെക്കിംഗ് നടക്കും. എന്താണ് കണ്ടീഷൻ? എന്താ കണ്ടീഷൻ ചെക്കിംഗ്? ഈസ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ എന്ന് ചോദിക്കാം. യെസ് എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് എങ്കിൽ, യെസ് എന്നാണ് ആൻസർ കിട്ടുന്നതെങ്കിൽ നമുക്ക് ചെയ്യേണ്ട സംഗതികൾ എന്തൊക്കെയാണ്? രണ്ട് കാര്യങ്ങൾ നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാം. എന്താണ് പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടത്? ഈ പാർട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. എന്താണ്? പ്രിന്റ് ഹലോ ഹലോ എന്ന് പ്രിന്റ് ചെയ്യണം. പിന്നെയോ എന്നിട്ടൊരു പ്രിന്റ് ന്യൂ ലൈൻ സ്ലാഷ് എന്ന് പ്രിന്റ് ചെയ്യണം. ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോകുന്ന സമയത്ത് എന്ത് നടക്കുന്നു? അപ്ഡേഷൻ നടക്കുന്നു. വാട്ട് ഈസ് അപ്ഡേഷൻ? ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 ഇത് ചെയ്യും. എന്നിട്ടോ നമ്മൾ വീണ്ടും ഇങ്ങോട്ട് കയറും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ ലൂപ്പിന്റെ രൂപം. ഈ പാർട്ടാണ് ബോഡി ഓഫ് ദ ലൂപ്പ്. ഇതാണ് അപ്ഡേഷൻ, ഇതാണ് ഇനീഷ്യലൈസേഷൻ. ഫസ്റ്റ് ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇനീഷ്യലൈസേഷൻ നടക്കുന്നത്. അങ്ങനെ ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യുന്നു? കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്ത് കണ്ടീഷൻ ട്രൂ ആണ് എങ്കിൽ അതിന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നത്. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇവിടെ നമുക്ക് പ്രിന്റ് ആണ്, അതുകൊണ്ട് അത് മാത്രം എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് പുറത്തിറങ്ങുന്ന സമയത്ത് ഐ ഈക്വൽ ഐ പ്ലസ് 1 ഇവിടെ അപ്ഡേഷൻ ചെയ്യുന്നു. ആ അപ്ഡേഷൻ ചെയ്ത ഉടനെ വീണ്ടും എന്ത് ചെയ്യുന്നു? കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ആ കണ്ടീഷൻ വീണ്ടും ട്രൂ ആണ് ആൻസർ എങ്കിൽ ഈ പാർട്ട്, ദിസ് ഈസ് ദ റിപ്പീറ്റിംഗ് പാർട്ട്. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അവസാനം നമുക്ക് എന്ത് കിട്ടും? അവസാനം ഐയുടെ വാല്യൂ കൂടി കൂടി ഇത് 10 മറികടക്കും. അപ്പൊ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്നുള്ള ചോദ്യത്തിന് എന്ത് കിട്ടും? നോ എന്ന ആൻസർ കിട്ടും. അതോടുകൂടി അത് പുറത്തേക്ക് പോയി. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ദിസ് ലൂപ്പ് വിൽ പ്രൊഡ്യൂസ് 10 hello ഓൺ സ്ക്രീൻ. ഇനി നമുക്ക് വേണ്ടത് ഇതിൽ ചെറിയൊരു മാറ്റം നമ്മൾ വരുത്താൻ പോവാം. നമുക്ക് താഴോട്ട് 1 2 3 1 2 3 4 എന്നിങ്ങനെ 10 വരെ പ്രിന്റ് ചെയ്യണം എന്ന് വിചാരിച്ചു. നമുക്കറിയാം ഇവിടെ വാല്യൂ മാറുന്ന സംഗതി എന്താണ്? ഐയുടെ വാല്യൂ ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. 1 2 3. ഫസ്റ്റ് ടൈം ഈ ലൂപ്പിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഐയുടെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പൊ ഐനെ പ്രിന്റ് ചെയ്യിപ്പിച്ചാൽ we will get 1. നെക്സ്റ്റ് ടൈം ഐയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു, ഐ becomes 2. അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? സി ഔട്ട് ഐനെ പ്രിന്റ് ചെയ്യും സ്ലാഷ്. ഇതേ സാധനം നമ്മൾക്ക് കിട്ടും. ഓരോ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നു. ഐ ഫസ്റ്റ് ടൈം 1, സെക്കൻഡ് 2, third time it becomes 3 and so on. അങ്ങനെ 10 വരെ പ്രിന്റ് ചെയ്യും. ഇനി നമുക്ക് ഇങ്ങനെയാണ് വേണ്ടതെങ്കിലോ 1
2 3 4 ഇങ്ങനെ 10 വരെ പ്രിന്റ് ചെയ്യുന്നുണ്ടെങ്കിലോ വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഈ സ്ലാഷ് തന്നെ നമുക്ക് ഒഴിവാക്കി കൊടുക്കാൻ പറ്റും. എന്നിട്ട് അതിന് പകരം ഒരു സ്പേസ് ഇവിടെ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഐ എന്ന് പ്രിന്റ് ചെയ്ത്, അതായത് 1 എന്ന് പ്രിന്റ് ചെയ്തതിനു ശേഷം ഒരു സ്പേസ് ഇടും. സ്പേസ് ഇവിടെ തന്നെ ആയിരിക്കും. അടുത്ത പ്രാവശ്യം കയറി വരുന്ന സമയത്ത് 2 ആവും. ഈ രീതിയിൽ അങ്ങോട്ട് ഹൊറിസോണ്ടലായിട്ട് പ്രിന്റ് ചെയ്യും. റൈറ്റ്? ഇങ്ങനെയാണ് നമ്മൾ ലൂപ്പ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ നെസ്റ്റഡ് ലൂപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. How a nested loop works. നമുക്കറിയാം 1 2 3 4 5 up to 9 താഴോട്ട് പ്രിന്റ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ലൂപ്പ് ഇങ്ങനെയാണ്. സപ്പോസ് int x എന്നാണ് നമ്മുടെ കൺട്രോൾ വേരിയബിൾ എന്ന് വിചാരിച്ചോളൂ. x for x equal to 1, x less than or equal to 9, x plus plus ഇങ്ങനെ കൊടുത്തിട്ട് cout x cout slash n ഈ ലൂപ്പ് എന്ത് ചെയ്യും? ഇങ്ങനെ താഴോട്ട് വരും. സംശയമില്ല. ഇനി നമുക്ക് വേണ്ടത് ഈ 1നെ ഒരു 5 പ്രാവശ്യം 1 1 1 1 2 2 2 2 3 3 3 3 ഇങ്ങനെ പ്രിന്റ് ചെയ്യണം എന്ന് വിചാരിച്ചു. എല്ലാം 5 തവണ പ്രിന്റ് ചെയ്യിക്കുക. അപ്പൊ ഈ ലൂപ്പിൽ എന്ത് മാറ്റമായിരിക്കും നമ്മൾ വരുത്തേണ്ടി വരിക? ഇങ്ങനെ താഴോട്ട് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഓരോ പ്രാവശ്യം ലൂപ്പിന്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോഴും എന്താണോ എക്സിന്റെ വാല്യൂ അത് 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യിക്കുക. എങ്ങനെ ചെയ്യാൻ നമുക്ക്? അപ്പൊ അവിടെയാണ് നമ്മൾ ഇതിൽ വരുന്ന മാറ്റം. എങ്ങനെയാണ് വരുത്തുക? എക്സ് എന്ന് പ്രിന്റ് ചെയ്താൽ പോലെ നമുക്ക് ഇതാണ് നമ്മളുടെ ലൂപ്പ്. ഓരോ പ്രാവശ്യവും എക്സിന് എന്ത് ചെയ്യണം? 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലൂപ്പ് ഇവിടെ കൊടുക്കുന്നു. ഇതിനെ റിപ്പീറ്റ് ചെയ്യിപ്പിക്കണം. ഓരോ പ്രാവശ്യവും ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് എക്സ് 1 പ്രിന്റ് ചെയ്താൽ മാത്രം പോരാ, 1 എന്നുള്ളത് 5 തവണ പ്രിന്റ് ചെയ്യണം. റൈറ്റ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യും. അതിനെ റിപ്പീറ്റ് ചെയ്യിക്കാൻ എന്താ നമ്മുടെ കയ്യിൽ വഴിയുള്ളത്? മറ്റൊരു ലൂപ്പ് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇവിടെ int y എന്ന് കൊടുത്തു. എന്നിട്ട് for y equal to 1, y less than or equal to എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം എന്നാ പറഞ്ഞത്? 5 ടൈംസ്. less than or equal to 5, y plus plus എന്നിട്ടോ ഈ ഭാഗത്ത് ഞാൻ ഒരു ലൂപ്പിന്റെ ഉള്ളിലേക്ക് ഇട്ടു. ദെൻ ഒരു സ്പേസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എക്സ് എന്നിവിടെ അവസാനിപ്പിക്കുന്നതിന് പകരം ഇങ്ങനെ എന്നിട്ട് ഈ ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തു. സോ ഈ പാർട്ടിന് cout x എന്ന് പറയുന്ന ഭാഗത്ത് ഞാൻ ഒരു ലൂപ്പിന് ഉള്ളിലിട്ടു. എന്നിട്ടോ 5 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകും. അപ്പൊ എന്ത് സംഭവിക്കും? ഓരോ പ്രാവശ്യം ഇതിനുള്ളിൽ കയറുന്ന സമയത്തും വാട്ട് ഹാപ്പൻസ്? ആ എക്സ് എന്ന് പറയുന്നത് 5 ടൈംസ് പ്രിന്റ് ചെയ്യും. ഇതിനൊന്നും കൂടി നമ്മൾ നന്നാക്കിയിട്ടൊന്നും എഴുതാം. എങ്ങനെയാണ്? into y for y equal to 1, y less than or equal to 5, y plus plus cout x. എക്സിന്റെ വാല്യൂ എത്രയാണോ അതാണ് പ്രിന്റ് ചെയ്യുന്നത്, എക്സ്. എന്നിട്ടൊരു കുറച്ചൊരു ഗ്യാപ്പ് ഒക്കെ ഇട്ടിട്ട് പ്രിന്റ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന cout സ്ലാഷ് അപ്പൊ ഇതെന്ത് ചെയ്യും? ഇതിങ്ങനെ 1 1 1 2 2 2 ഓരോ പ്രാവശ്യവും എക്സിന്റെ വാല്യൂ 1 ആവുന്ന സമയത്ത് ആ 1നെ 5 ടൈംസ് പ്രിന്റ് ചെയ്യും. 2 ആവുന്ന സമയത്ത് ആ 2നെ 5 ടൈംസ് പ്രിന്റ് ചെയ്യും.
അങ്ങനെ ആ 5 ടൈംസ് പ്രിന്റ് ചെയ്തതിനു ശേഷം പുറത്തിറങ്ങിയിട്ട് അടുത്ത ലൈൻ. ഇനി നമുക്ക് സപ്പോസ് 1 ഒരു തവണ മതി. നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത്: 1 ഒരു തവണ, 2 2 തവണ, 3 3 തവണ, 4 4 തവണ, 5 5 തവണ, ഇങ്ങനെ പോകണമെന്നില്ല. എന്ത് വ്യത്യാസമായിരിക്കും നമ്മൾ ഇത് വരുത്തേണ്ടി വരിക? 1 ആവുന്ന സമയത്ത് ഈ ഇന്നർ ലൂപ്പ് എന്ത് ചെയ്താൽ മതി? ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുക. 2 ആവുന്ന സമയത്ത് 2 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുക. 3 ആവുമ്പോൾ 3 പ്രാവശ്യം. ഇപ്പൊ നമ്മള് എല്ലാ ലൈനുകളും 5 പ്രാവശ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡ് നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വേണ്ടത്? എക്സിന്റെ വാല്യൂ 1 ആവുന്ന സമയത്ത് ഇത് ഒരു തവണ ചെയ്താൽ മതി. എക്സിന്റെ വാല്യൂ 2 ആവുന്ന സമയത്ത് 2 തവണ ചെയ്യും. 3 ആവുന്ന സമയത്ത് 3 തവണ ചെയ്യും. അപ്പൊ ഈ ഇന്നർ ലൂപ്പിൽ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ എല്ലായ്പ്പോഴും 5 തവണയാണ് ചെയ്യുന്നത്. അതിന് പകരം എന്ത് ചെയ്താൽ മതി? എക്സ് എത്രയാണോ അത്ര തവണ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇൻസ്റ്റെഡ് ഓഫ് ദിസ് കോൺസ്റ്റന്റ് 5 വിൽ ഗിവ് എക്സ് ഹിയർ. അപ്പൊ എന്ത് സംഭവിക്കും? 1 ആവുന്ന സമയത്ത് ഈ ലൂപ്പ് ഒരു തവണ ചെയ്യും. അപ്പൊ 1 മാത്രം പ്രിന്റ് ചെയ്യും. എക്സിന്റെ വാല്യൂ 2 ആവുന്ന സമയത്ത് ഈ പാർട്ട് 2 തവണ എക്സിക്യൂട്ട് ചെയ്യണം. 1 2 2. 3 ആവുന്ന സമയത്ത് ദാറ്റ് പാർട്ട് വിൽ ബി എക്സിക്യൂട്ടഡ് 3 ടൈംസ്. അപ്പൊ അത് അങ്ങനെ ആവർത്തിച്ച് 9 ആവുന്ന സമയത്ത് ഈ ഭാഗം 9 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ 9 9 9 എന്ന് വരും. ഓക്കെ. അപ്പൊ ഇത് നെസ്റ്റഡ് ലൂപ്പ് ആണ്. ഫോർ ഒരു ഔട്ടർ ലൂപ്പ് ഉണ്ട്, ഇന്നർ ലൂപ്പ് ഉണ്ട്. സോ ദിസ് ഇസ് നെസ്റ്റഡ് ലൂപ്പ്. ഇനി നമുക്ക് ഇങ്ങനെ പറഞ്ഞു വിചാരിച്ചു: 1 1 2 1 2 3 1 2 3 4 1 2 3 4 5 ഇങ്ങനെ പോകും. എന്ത് മാറ്റമായിരിക്കും നമ്മൾ വരുത്തേണ്ടി വരിക? എക്സിന്റെ വാല്യൂ 1 ആവുമ്പോ 1 എന്നാണ് പ്രിന്റ് ചെയ്യേണ്ടത്. എക്സിന്റെ വാല്യൂ 2 ആവുമ്പോൾ 1 2 എന്ന് പ്രിന്റ് ചെയ്യണം. എക്സിന്റെ വാല്യൂ 3 ആവുമ്പോൾ 1 2 3 എന്ന് പ്രിന്റ് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ ഇതുവരെ പ്രിന്റ് ചെയ്യിപ്പിച്ചത് എക്സ് ആണ്. ഇവിടെ നമുക്ക് മാറുന്നത് ഓരോ തവണ എക്സ് മാറുമ്പോഴും ആ എക്സ് വരെ എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കാനുള്ള കോഡ് ഇവിടെ നമുക്കുണ്ട്. അപ്പൊ നമ്മുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്നത് വൈയുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ ഈ എക്സ് എന്നുള്ളതിന് പകരം നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിക്കുന്നത് വൈ ആണ് എങ്കിൽ എന്ത് സംഭവിക്കും? എക്സിന്റെ വാല്യൂ 1 ആവുന്ന സമയത്ത് വൈയുടെ വാല്യൂ 1 മുതൽ 1 വരെ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. സോ വിൽ ഗെറ്റ് 1 ആസ് ഔട്ട്പുട്ട്. ഇനി എക്സിന്റെ വാല്യൂ 2 ആവുന്ന സമയത്ത് ഈ ലൂപ്പ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും? 2 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ വൈയുടെ വാല്യൂ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു? 1 2 എന്ന് ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ ഒന്നാമത്തെ പ്രാവശ്യം എക്സിന്റെ വാല്യൂ 2 ആവുന്ന സമയത്ത് ഈ ലൂപ്പിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം വൈയുടെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പൊ 1 പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടോ വീണ്ടും ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് വൈയുടെ വാല്യൂ ബിക്കംസ് y പ്ലസ് പ്ലസ് ദാറ്റ് ബിക്കംസ് 2. അപ്പൊ 2 പ്രിന്റ് ചെയ്യും. അങ്ങനെ പുറത്തിറങ്ങി വീണ്ടും മുകളിലേക്ക് പോയി എക്സിന്റെ വാല്യൂ 3 ആവുന്നു. 3 ആയിക്കുള്ളിലേക്ക് പ്രവേശിച്ചു വരുന്നു. അപ്പോഴും ഈ ലൂപ്പ് എത്ര പ്രാവശ്യം ചെയ്യും? എക്സ് വരെ എന്ന് പറഞ്ഞാൽ 3 പ്രാവശ്യം ചെയ്യും. അപ്പൊ വൈയുടെ വാല്യൂ എങ്ങനെ മാറും? 1 2 3 എന്ന് ചേഞ്ച് ചെയ്യും. റൈറ്റ്. അപ്പൊ ദിസ് ചേഞ്ച് ഈ ഇങ്ങനെ വൈ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 1 2 3 1 2 3 4 1 2 3 4 5 എന്നാണ്. റൈറ്റ്. ഇനി നമുക്ക് ഇതിന് പകരം സ്റ്റാർ ആണ് വേണ്ടതെങ്കിൽ സ്റ്റാർ 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 ഇങ്ങനെയാണ് വേണ്ടതെങ്കിലോ എങ്ങനെയായിട്ട് നമ്മൾ മാറ്റം വരുത്തുക? വളരെ സിമ്പിൾ ആണ്. എങ്ങനെ ചേഞ്ച് ചെയ്യാം? ഇവിടെ നമ്മൾ വൈ പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടത് നമുക്ക് സ്റ്റാർ ആണ് പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടത്. സോ പ്രിന്റ് ചെയ്യേണ്ടത് എന്താണ്? സ്റ്റാർ. സ്റ്റാർ ഇട്ടിട്ട് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രാവശ്യം ഒരു സ്റ്റാർ, സെക്കൻഡ് ടൈം 2 stars. എക്സിന്റെ വാല്യൂ 3 ആവുന്ന സമയത്ത് ഈ 3 പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും, 3 stars. റൈറ്റ്. ഇനി നമുക്ക് എ എന്നാണ് പ്രിന്റ് ചെയ്യണമെങ്കിലോ we want a അങ്ങനെ പറഞ്ഞു വെച്ചോ. എന്താ സംഭവിക്കുക? ഇൻസ്റ്റെഡ് ഓഫ് ദി സ്റ്റാർ we just give a പ്രിന്റ്. റൈറ്റ്. ഇനി നമുക്ക് ഇങ്ങനെ വേണമെന്ന് വിചാരിക്കാം,
എ ബി സി ഇങ്ങനെ വേണമെന്ന് വിചാരിച്ചോളൂ. വളരെ ചെറിയ മാറ്റങ്ങൾ നമുക്ക് ഇതിൽ വരുത്തി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര വരെ വേണ്ടത്? 5 ABCD വരെ വേണ്ടതെന്ന് വെച്ചാൽ എ ബി സി ഡി ഇ വരെ ഇങ്ങനെയാണ് വേണ്ടത് വിചാരിക്കാം. അപ്പൊ ഇത് എത്ര പ്രാവശ്യം ചെയ്യുന്നു? 1 2 3 4 5 ടൈംസ്. അപ്പൊ ഔട്ടർ ലൂപ്പ് എത്ര പ്രാവശ്യം ചെയ്യണം? 5 തവണ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നോക്കൂ, ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാം. നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ഇൻഡ് ലൂപ്പിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ഉപയോഗിക്കാം? കെയർ ഉപയോഗിക്കാം. കാരണം കെയർ എന്ന് പറയുന്ന മെമ്മറി എക്സിന് വേണ്ടി കെയർ ടൈപ്പ് മെമ്മറി റിസർവ് ചെയ്യുമ്പോൾ അതിനുള്ളിൽ ക്യാരക്ടറാണ് സ്റ്റോർ ചെയ്യുന്നത്. ക്യാരക്ടർ സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ എ ആണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ എ ഇതുപോലെയല്ല സ്റ്റോർ ചെയ്യുന്നത്. ഇൻസ്റ്റഡ് ഇതിനൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂനെയാണ് നമ്മൾ എന്ത് പറയാം? ആസ്കി വാല്യൂ എന്ന് പറയും. എയുടെ ആസ്കി വാല്യൂ 65 ആണ്. അപ്പൊ എയെ നമ്മൾ ഒരു ക്യാരക്ടർ ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി വാല്യൂ ആണ് അതിൻ്റെ ഉള്ളിൽ ഉള്ളത്. അപ്പൊ ഈ ഇന്റിജറിന്റെ മുകളിൽ ചെയ്യുന്ന ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇൻക്രിമെന്റ് ഓപ്പറേഷൻ ഒക്കെ ഈ ക്യാരക്ടറിന്റെ മുകളിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനെ ഞാൻ എന്ത് ചെയ്തു? ക്യാരക്ടർ എക്സ് എന്നാക്കി മാറ്റി. ഇനി നമുക്ക് ഇങ്ങനെ ചെയ്യാം. എക്സ് ഈക്വൽ ടു എ ഇങ്ങനെ അസൈൻ ചെയ്യാം. അപ്പൊ എക്സിന്റെ ഉള്ളിലേക്ക് എന്താ അസൈൻ ചെയ്യപ്പെടുന്നത്? 65 ആണ് അസൈൻ ചെയ്യപ്പെടുന്നത്. ASCII value of A is 65. X less than or equal to, അപ്പൊ A less than or equal to എത്ര വരെ നമുക്ക് പോകേണ്ടത്? A B C D E. X less than or equal to E. ഇങ്ങനെ കമ്പാരിസൺ നമുക്ക് നടത്താം. X plus plus ഇങ്ങനെ ചെയ്യാം. ഇനി വീണ്ടും ഇതിന് പകരം നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്നു കെയർ. ഇങ്ങനെ തന്നെ ഈ പ്രോഗ്രാം എഴുതണമെന്നില്ല, വേറെ രീതിയിൽ എഴുതാൻ ഞാനൊരു ഡിഫറെന്റ് വേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രം. കെയർ y is equal to a, y less than or equal to e, sorry, y less than or equal to, we are using here x, y less than or equal to x. ഇങ്ങനെ കമ്പയർ ചെയ്യാം നമുക്ക്. x ക്യാരക്ടർ ആണ്, y ക്യാരക്ടർ ആണ്. Then y plus plus. Then here see out y. അപ്പൊ എന്ത് സംഭവിക്കും? ഫസ്റ്റ് ടൈം എക്സിന്റെ വാല്യൂ എന്താണ്? എ ആണ് എന്ന് പറഞ്ഞാൽ 65 ആണ്. Then അങ്ങനെ 65 ആയിക്കൊണ്ട് ഈ ലൂപ്പിനുള്ളിലേക്ക് പ്രവേശിക്കും y. യുടെ ഇനിഷ്യൽ വാല്യൂ എന്താണ്? y is also 65. എക്സിന്റെ വാല്യൂ എന്താണ്? 65. y 65 ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു x. യെസ്. അപ്പൊ എന്ത് ചെയ്യും? സി ഔട്ട് y. y എന്താണ്? 65. സി ഔട്ട് y എന്ന് പറയുമ്പോൾ 65 വാല്യൂ ഇല്ല, കാരണം y is a character. ഔട്ട് ചെയ്യുന്ന സമയത്ത് എന്താ ഔട്ട് ചെയ്യും? a ഔട്ട് ചെയ്യും. അങ്ങനെ അടുത്ത ലൈനിലേക്ക് വന്നു, മുകളിലേക്ക് പോയി y plus plus. What becomes? y becomes 66. അത് കണ്ടീഷൻ ചെക്ക് തെറ്റുന്നു, അങ്ങനെ പുറത്തേക്ക് ജമ്പ് ചെയ്യുന്നു. ഇങ്ങനെ ഇവിടുന്ന് വീണ്ടും മുകളിലേക്ക് പോകുന്നു. x plus plus. x becomes 66. x 65 ആയിരുന്നു, 66 ആയി. അപ്പൊ വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യാണ് 66. 66 is equal to b. x less than or equal to b. This is now 66. That is corresponding to b. b ക്ക് equivalent ആണ്. അപ്പോൾ ലെസ് ദാൻ ആണ്, അതുകൊണ്ട് വീണ്ടും ഉള്ളിലേക്ക് വരും. വീണ്ടും a എന്ത് ചെയ്യുന്നു? a to 66 ചെയ്യാൻ പറയും. അപ്പൊ ആദ്യത്തെ കേസിൽ 65 ആകുമ്പോൾ y എന്താവും? a പ്രിന്റ് ചെയ്യും. നെക്സ്റ്റ് ടൈം y becomes 66. അപ്പോൾ വീണ്ടും y യുടെ വാല്യൂ ഔട്ട്പുട്ട് ചെയ്യാൻ പറയുമ്പോൾ b ഔട്ട്പുട്ട് ചെയ്യും. So in this way this problem can be solved. So all these are examples for nested loops.
ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാല് ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് മാത്രമാണ്, ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടൈം ഈ ലൂപ്പിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് മാത്രമാണ് ഇനീഷ്യലൈസേഷൻ നടക്കുന്നത്. ഇനീഷ്യലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് എന്നോട്ടാണ് കണ്ടീഷൻ ചെക്കിങ്ങിലേക്കാണ്. ഈ കണ്ടീഷൻ ട്രൂ ആണ് എങ്കിൽ ഇങ്ങോട്ട് ട്രൂ ആണ് എങ്കിൽ ഈ ബോഡി എക്സിക്യൂട്ട് ചെയ്യും. ഫാൾസ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഫാൾസ് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നത്? ജംപ്സ് ഔട്ട്, ലൂപ്പിന്റെ പുറത്തേക്ക് ജമ്പ് ചെയ്യും. അങ്ങനെ ട്രൂ ആയിട്ട് ഇതുവഴി കയറി ഇതിന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവസാന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രൊബേഷൻ ഇതുവഴിയാണ് അപ്ഡേഷൻ. അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കണ്ടീഷൻ ചെയ്യും. അപ്പൊ നമുക്ക് എങ്ങനെ കാണിക്കാതെ ഇനീഷ്യലൈസേഷൻ, ഒരു ലൂപ്പിന്റെ പ്രവർത്തനം ആദ്യം ഇനീഷ്യലൈസേഷൻ, ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് പോകുന്നു? കണ്ടീഷൻ. കണ്ടീഷൻ ട്രൂ ആണ് എങ്കിൽ എന്ത് ചെയ്യുന്നു? ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നു. കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ജംപ്സ് ഔട്ട്, പുറത്തേക്ക് ജമ്പ് ചെയ്യുന്നു. ലൂപ്പ് അവസാനിച്ച് പുറത്തേക്ക് പോവാണ്. ഇങ്ങനെ ബോഡി എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം പിന്നെ നടക്കുന്ന എന്താണ്? അപ്ഡേഷൻ. ഇങ്ങനെ അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോകുന്ന എങ്ങോട്ടാണ്? കണ്ടീഷൻ. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ട്രൂ ഓർ ഫാൾസ്. ഇത് ഈ രീതിയിലാണ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരിക്കൽ മാത്രമാണ് ഇനീഷ്യലൈസേഷൻ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യുക. ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞതിന് ശേഷം ഉടൻ എന്ത് ചെയ്യുന്നു? കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ അതിന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നു. ബോഡി എക്സിക്യൂട്ട് ചെയ്ത് പൂർത്തിയായി കഴിഞ്ഞാൽ അപ്ഡേഷൻ ചെയ്യുന്നു. അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്നു. ആ പ്രോസസ് കണ്ടിന്യൂ ചെയ്യുന്നു. കണ്ടീഷൻ തെറ്റുന്നത് വരെ ആ പ്രോസസ് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പൊ ഈ രീതിയിൽ നമുക്ക് നെസ്റ്റഡ് ലൂപ്സ് ഉപയോഗപ്പെടുത്താം. ഇതാണ് നമ്മൾ അറേയുടെ സോർട്ടിങ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ അറേയിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത്, മെട്രിക്സിന്റെ 2 ഡയമെൻഷണൽ അറേയിൽ മെട്രിക്സ് ഉപയോഗിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈ നെസ്റ്റഡ് ലൂപ്സ് ആവശ്യമായിട്ട് വരും. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.